വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. 1934 1935 പുതുവർഷത്തിൻ്റെ തലേ രാത്രി ചാപ്പലിൽ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കാനുള്ള അനുവാദം എനിക്ക് ലഭിച്ചിരുന്നു. സിസ്റ്റേഴ്സിൽ ഒരാൾ 1 മണിക്കൂർ ആരാധന അവൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ അത് സമ്മതിച്ച് 1 മണിക്കൂർ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ മണിക്കൂറിൽ ആ ആത്മാവ് അവിടത്തേക്ക് എത്രമാത്രം പ്രീതിയുള്ളതാണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നു. പാപികളുടെ മാനസാന്തരത്തിനും ആ സമയത്ത് അവിടത്തോട് കാണിക്കുന്ന നിന്ദാപമാനങ്ങൾക്ക് പരിഹാരമായും 2ാമത്തെ മണിക്കൂറിലെ ആരാധന ഞാൻ സമർപ്പിച്ചു. ദൈവം എത്ര അധികമായി ദ്രോഹിക്കപ്പെടുന്നു. എൻ്റെ ആത്മീയ നിയന്താവിനായി 3ാമത്തെ മണിക്കൂർ സമർപ്പിച്ചു. അദ്ദേഹത്തിന് ഒരു പ്രത്യേക കാര്യത്തിനുള്ള വെളിച്ചം ലഭിക്കാൻ ഞാൻ തീവ്രമായി പ്രാർത്ഥിച്ചു. അവസാനം 12 മണിയായി. വർഷത്തിൻ്റെ അവസാന മണിക്കൂർ. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ ഞാൻ അത് സമാപിപ്പിച്ച് പുതുവർഷത്തിൻ്റെ ആദ്യ മണിക്കൂർ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ തന്നെ ആരംഭിച്ചു. വ്യക്തിപരമായി 3 പേരോടും എന്നെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചു. സഹനവിമുക്തമല്ലാത്ത ഒരു പുതുവർഷത്തെ വളരെ ആത്മവിശ്വാസത്തോടെ ഞാൻ നോക്കിക്കണ്ടു. ഞങ്ങൾക്കും പ്രത്യേകിച്ച് കഠിനപാപികൾക്കും വേണ്ടിയുള്ള ദൈവകരുണയുടെ മരണപത്രിക അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾക്കും പ്രത്യേകിച്ച് കഠിനപാപികൾക്കും വേണ്ടിയുള്ള അനന്തമായ കരുണയുടെ അടയാളമായ കർത്താവീശോയുടെ ശരീരവും രക്തവും അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾക്കും പ്രത്യേകിച്ച് കഠിനപാപികൾക്കും വേണ്ടി സമൃദ്ധമായി വർഷിക്കുന്ന അനന്തകരുണയും നിത്യജീവനും അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങളോടും പ്രത്യേകിച്ച് കരുണപാപികളോടുമുള്ള പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കരുണയടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങളുടെയും പ്രത്യേകിച്ച് കഠിനപാപികളുടെയും എല്ലാ കടങ്ങൾക്കും പരിഹാരമായ കരുണയുടെ അമൂല്യത അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾക്കും പ്രത്യേകിച്ച് കഠിനപാപികൾക്കും വേണ്ടിയുള്ള അനന്തകരുണയുടെ ഉറവിടത്തിൽ നിന്ന് നിർഗളിക്കുന്ന ജീവജലത്തിൻ്റെ അരുവിയടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾക്കും പ്രത്യേകിച്ച് കഠിനപാപികൾക്കും വേണ്ടിയുള്ള ദൈവകരുണയുടെ അഗാധതയിൽ നിന്നെന്ന പോലെ നിത്യപിതാവിൻ്റെ മാർവിടത്തിൽ നിന്ന് ജ്വലിച്ചുയരുന്ന നിർമ്മല സ്നേഹാഗ്നി അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾക്കും പ്രത്യേകിച്ച് കഠിനപാപികൾക്കും വേണ്ടി ഒരു ഉറവയിൽ നിന്നെന്ന പോലെ അനന്തമായ കരുണയിൽ നിന്നൊഴുകി വരുന്ന ഞങ്ങളുടെ എല്ലാ രോഗങ്ങൾക്കുമുള്ള ഔഷധമടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങൾക്കും പ്രത്യേകിച്ച് കഠിനപാപികൾക്കും വേണ്ടി അവിടുത്തെ അനന്തമായ കരുണയിലൂടെ ദൈവവും ഞങ്ങളുമായുള്ള ഐക്യമടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങളോടും പ്രത്യേകിച്ച് കഠിനപാപികളോടും ഈശോയുടെ ഏറ്റവും മാധുര്യമേറിയ തിരുഹൃദയത്തിനുള്ള എല്ലാ വികാരങ്ങളും അടങ്ങിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ജീവിതത്തിലെ എല്ലാ സഹനങ്ങളിലും പ്രതികൂലങ്ങളിലും ഞങ്ങൾക്കുള്ള ഏക പ്രതീക്ഷയായ ദിവ്യകാരുണ്യമേ, ബാഹ്യവും ആന്തരികവുമായ പ്രക്ഷുബ്ധതയുടെയും അന്ധകാരത്തിൻ്റെയും മധ്യേ ഞങ്ങളുടെ ഏക പ്രതീക്ഷയായ ദിവ്യകാരുണ്യമേ, ജീവിതത്തിലും മരണവിനാഴികയിലും ഞങ്ങളുടെ ഏക ആശ്രയമായ ദിവ്യകാരുണ്യമേ, പ്രതികൂലങ്ങളുടെയും നിരാശയുടെ കുത്തൊഴുക്കിൻ്റെയും മധ്യേ ഞങ്ങളുടെ ഏക ആശ്രയമായ ദിവ്യകാരുണ്യമേ, വഞ്ചനയുടെയും അസത്യത്തിൻ്റെയും മധ്യേ ഞങ്ങളുടെ ഏക ആശ്രയമായ ദിവ്യകാരുണ്യമേ, ഭൂമിയെ ഗ്രസിച്ചിരിക്കുന്ന അന്ധകാരത്തിൻ്റെയും നിരീശ്വരത്വത്തിൻ്റെയും മധ്യേ ഞങ്ങളുടെ ഏക പ്രതീക്ഷയായ ദിവ്യകാരുണ്യമേ, ആർക്കും മനസ്സിലാക്കാനാവാത്ത വേദനകളിലും അഭിലാഷങ്ങളിലും ഞങ്ങളുടെ ഏക പ്രതീക്ഷയായ ദിവ്യകാരുണ്യമേ, അനുദിന ജീവിതത്തിലെ വിരസതയിലും കഷ്ടപ്പാടുകളിലും ഞങ്ങളുടെ ഏക പ്രതീക്ഷയായ ദിവ്യകാരുണ്യമേ, ഞങ്ങളുടെ പ്രയത്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും തകർച്ചകളുടെയും മധ്യേ ഞങ്ങളുടെ ഏക ആശ്രയമായ ദിവ്യകാരുണ്യമേ, ശത്രുക്കളുടെ ആക്രമണങ്ങളുടെയും നാരകീയ പ്രവർത്തനങ്ങളുടെയും മധ്യേ ഞങ്ങളുടെ ഏക ആശ്രയമായ ദിവ്യകാരുണ്യമേ, എൻ്റെ ശക്തിക്കതീതമായ ഭാരത്താൽ വലയുമ്പോഴും എൻ്റെ പ്രയത്നങ്ങൾ ഫലരഹിതമായി തോന്നുമ്പോഴും ഓ ദിവ്യകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. അസ്വസ്ഥതകളാൽ എൻ്റെ ഹൃദയം പ്രക്ഷുബ്ധമാകുമ്പോഴും
ഭീതി പൂണ്ട എൻ്റെ ആത്മാവ് നിരാശയിലേക്ക് കൂപ്പുകുത്തുമ്പോഴും ഓ ദിവ്യകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എൻ്റെ ഹൃദയം വിറകൊള്ളുമ്പോഴും മരണവിയർപ്പ് എൻ്റെ നെറ്റിയെ നനയ്ക്കുമ്പോഴും ഓ ദിവ്യകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എല്ലാവരും എനിക്കെതിരായി ഗൂഢാലോചന നടത്തുമ്പോഴും എൻ്റെ ആത്മാവിലേക്ക് കടുത്ത നിരാശ ഇഴഞ്ഞു വരുമ്പോഴും ഓ ദിവ്യകാരുണ്യമേ, ഞാൻ അങ്ങിൽ